വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വൈറ്റ് സോസ് പാസ്ത. പേര് കേട്ടിട്ട് ആരും നെട്ടണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരം ചായയുടെ കൂടെ അതുപോലെ രാത്രി ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ വളരെ അധികം ഇഷ്ടാവും. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പാസ്ത ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടിപ്പോൾ ഞാൻ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. വെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പാസ്ത ഇട്ട ഉടനെ ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് പാസ്ത വേവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതാ നമ്മുടെ പാസ്ത നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ പാസ്തയൊക്കെ നല്ല പോലെ കുക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് വാർത്ത് മാറ്റണം. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു ഓട്ടപാത്രത്തിലേക്കാണ് ഇതിനെ വാർത്തു മാറ്റണത്. എന്നിട്ട് ഉടനെ തന്നെ ഇതിലേക്ക് കുറച്ച് നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പാസ്ത ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഇതിനെ ഇനി മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർക്കാനുണ്ട്. അതൊന്ന് റെഡിയാക്കി എടുക്കുക. ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേക്കാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. സവാള സ്ലൈസ് ആയിട്ടല്ല ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്, സ്ക്വയർ പീസ് പോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ വഴറ്റിയിട്ട് സവാള ഒന്ന് വേവിച്ചെടുക്കുക. നല്ലപോലെ അലിഞ്ഞു പോവുകയൊന്നും വേണ്ട. സവാള ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നാൽ മാത്രം മതി. പെട്ടെന്ന് കുക്കായിട്ട് വരാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുവാണേ. 5 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് സവാളയൊക്കെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് ചേർക്കുവാണ്. എന്നിട്ട് ക്യാരറ്റും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിനായിട്ട് ഒന്നും കൂടെ ഞാൻ അടച്ചു വെക്കുകയാണ്. 5 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് ക്യാരറ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. വളരെ കനം കുറച്ച് കട്ടിയാണെങ്കിൽ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ക്യാപ്സിക്കം കൂടെ ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ. ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇപ്പോൾ ക്യാപ്സിക്കം ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചോളം അതുപോലെ ബീൻസൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ വെജിറ്റബിൾസിനെയൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെ ഞാൻ വീണ്ടും കുറച്ച് നെയ്യ് ഒന്ന് ചൂടാക്കുവാണ്. നെയ്യിന് പകരം ബട്ടർ എടുത്താലും കുഴപ്പമില്ല. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ്. ഇനി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ഈ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ വെളുത്തുള്ളി നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം മൈദപ്പൊടി ചേർക്കുകയാണ്. ഇനി ഈ മൈദപ്പൊടിയൊക്കെ നെയ്യിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മൈദപ്പൊടിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ പാല് ചേർക്കുകയാണ്. 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാല് ചേർത്ത് കഴിഞ്ഞാൽ മൈദപ്പൊടി പാലിലേക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതൊക്കെ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാസ്തയ്ക്കുള്ള വൈറ്റ് സോസ് കേട്ടോ. അപ്പോൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനി വെജിറ്റബിൾസ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് ചീസും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. ചീസും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരം ചായയുടെ കൂടെയും രാത്രി ഭക്ഷണമൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.